ഹലോ, ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിൽ എന്താ ഈ കളറെന്ന് വിചാരിക്കണ്ട, ഞാൻ ഇന്നലെ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിൽ ബാക്കിയുണ്ടായിരുന്നു, അപ്പം അത് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് സാദാ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുറച്ച് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 സവാള നടുകെ കീറിയിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മിക്സിലേക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഈ ഉള്ളി നമുക്ക് നന്നായിട്ട് തന്നെ വാടി കിട്ടണം, എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നമുക്ക് നല്ല രുചിയായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രേവിയുടെ രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ വാടിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയം തന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ദാ തക്കാളിയൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഉള്ളിയും തക്കാളിയും കൂടി നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന മഞ്ഞൾ, മല്ലി, മുളക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളകും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടിയിൽ. അപ്പോൾ മൊത്തം 3 ടീസ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്ന വരെ അതൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഉള്ളിയുടെ തക്കാളിയുടെ വെള്ളം തന്നെ നമുക്ക് മതി ആ ചിക്കനൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റോസ്റ്റായിട്ട് കിട്ടില്ല. ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് പോയിട്ട് ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെയാവില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പം അതിലെ എണ്ണയൊക്കെ മേലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാള വാട്ടിയെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളിയും തക്കാളിയും എത്രത്തോളം വാടി കിട്ടുന്നുണ്ടോ അത്രത്തോളം നമ്മളെ ഈ റെസിപ്പിക്ക് ടേസ്റ്റ് കൂടും. അത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കറി കഴിക്കുന്ന ഒരു ടേസ്റ്റേ കിട്ടുള്ളൂ. ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു തരി പോലും ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഈ ഉള്ളിയുടെയും തക്കാളിയുടെയും വെള്ളം തന്നെ ഇതിനാവശ്യത്തിനുണ്ടായിരിക്കും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതൊന്നും കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ ഇതാ നേരത്തെക്കാട്ടിലും ഒന്നും കൂടെ വെള്ളം നമുക്ക് ഇതിലിറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്കൊന്ന് ഒരു നാരങ്ങയുടെ മുറിയുടെ നീരും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനില്ലാത്തതുകൊണ്ട് നാരങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇനി നമ്മൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോഴാണ് അതൊന്ന് ഡ്രൈ ആയി കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്താവുന്നതാണ്. ഞാനൊന്നും കൂടെ ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ സമയത്ത് തന്നെ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.